പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഇ ഡി ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടതിൽ CPM നേതൃത്വത്തെ പ്രതിസ്ഥാനത്ത് നിർത്തി DGPയുടെ റിപ്പോർട്ട്. ഇ ഡി പരിശോധനയുടെ മറവിൽ CPM പ്രവർത്തകർ കലാപത്തിന് കോപ്പുകൂട്ടിയെന്നാണ് റിപ്പോർട്ട്. പോലീസ് സംയമനം പാലിച്ച സാഹചര്യത്തിലാണ് സംഘർഷം ഒഴിവായത്. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്നും DGP രവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കി. ഇ ഡി ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടത് വിവാദമായ സാഹചര്യത്തിലാണ് DGP രവാഡ ചന്ദ്രശേഖർ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് റിപ്പോർട്ട് നൽകിയത്. CPIM പ്രവർത്തകർ കലാപത്തിന് മുൻകൂട്ടി ആസൂത്രണം ചെയ്തെന്നാണ് DGPയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇ ഡി ഉദ്യോഗസ്ഥർ പുറത്തേക്കിറങ്ങുന്നത് പോലീസിനെ അറിയിച്ചിരുന്നില്ല. പ്രകോപിതരായ ആൾക്കൂട്ടത്തിനിടയിൽ പൊടുന്നനെയാണ് ആക്രമണം ഉണ്ടായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാർട്ടി ഓഫീസിൽ പോലീസ് കയറാതിരുന്നതും കലാപം ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു. പ്രതികളെ അതിവേഗത്തിൽ പിടികൂടുമെന്ന് ഉറപ്പു നൽകുന്നതാണ് റിപ്പോർട്ട്. സുരക്ഷാ വീഴ്ച പരിശോധിക്കുമെന്ന് DGP വ്യക്തമാക്കി. 300ഓളം പോലീസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ടോട്ടൽ അവിടത്തേക്ക് പല സ്ഥലങ്ങളായിട്ട്. ഈ പറ്റുള്ള സ്ഥലങ്ങളിൽ 50ഓളം പോലീസുണ്ടായിരുന്നു. അതിൽ തീർച്ചയായിട്ടും ഇതിലെ ഈ സംഭവത്തിന് നമ്മൾ നോക്കാം, അതിലേക്ക് ആവശ്യമുള്ള നടപടി സ്വീകരിക്കുന്നത്. ഇപ്പോഴത്തെ അന്വേഷണം നന്നായി നടക്കുന്നുണ്ട്. ഇന്റലിജൻസ് സംഘർഷ സാധ്യത മുന്നറിയിപ്പ് നൽകിയിട്ടും പോലീസ് മുൻകരുതൽ എടുത്തിരുന്നില്ല. പോലീസ് നിഷ്ക്രിയമെന്ന വിമർശനമുയർന്നതോടെ DGP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ആഭ്യന്തരമന്ത്രി വിളിച്ചു വരുത്തുകയായിരുന്നു. ഇന്റലിജൻസ് ADGP P. വിജയൻ, പോലീസ് ഉപദേഷ്ടാവ് ഹേമേന്ദ്രൻ എന്നിവരും ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. DGPയുടെ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമാകും ആഭ്യന്തരമന്ത്രി തുടർ നടപടികളിലേക്ക് നീങ്ങുക. റിപ്പോർട്ടർ, തിരുവനന്തപുരം.